ഹായ് ഹലോ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്സ് ഗണിതം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാമിന് വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ആ നിർദ്ദേശങ്ങളെല്ലാം നന്നായിട്ട് വായിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രവർത്തനം 1. ചുവടെ കൊടുത്തിരിക്കുന്ന അളവുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1, 1 സെൻറ്റിമീറ്ററിനെ 10 സമഭാഗങ്ങൾ ആക്കിയാൽ ഒരു ഭാഗത്തിൻ്റെ നീളം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 മില്ലിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. രണ്ടാമത്തത് 8 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ ആകെ എത്ര മില്ലിമീറ്റർ ആണ്? അല്ലേ, 87 മില്ലിമീറ്റർ ആണ്. ഇനി സി, 4 മില്ലിമീറ്ററിൻ്റെ ദശാംശ രൂപം എന്ത്? എങ്ങനെ എഴുതാം? 0.4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഡി, 1 മീറ്ററിൻ്റെ 1/100 ഭാഗം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇ, 2/13/100 മീറ്റർ = ഡാഷ് സെൻറ്റിമീറ്റർ. എത്രയാണ്? 213 സെൻറ്റിമീറ്റർ ആണ്. പ്രവർത്തനം 2, ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളുണ്ട് അല്ലേ? നന്നായിട്ട് നോക്കിയില്ലേ നിങ്ങളത്? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഭിന്നരൂപങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ പേര് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭിന്നരൂപം ഇവിടെ തന്നിട്ടുണ്ട്. 5/8, 1/2, 1/3, 3/4. ഇനി ചിത്രത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യമായിട്ട് ഒരു സമചതുരം വരച്ച് അതിൻ്റെ 1/8 ഭാഗം ഷെയ്ഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 5/8 എന്നുള്ളത് ബി ആണ് ചിത്രം, 1/2 എന്നുള്ളത് സി ആണ്, 1/3 എ ആണ്, 3/4 ഡി ആണ്. ഇനി ഇവിടെ രണ്ടാമത്തെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, ചുവടെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഭിന്നസംഖ്യാ രൂപങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1.5 ലിറ്റർ പാല്, 2.25 മീറ്റർ തുണി, ഒരു വട്ടവും മറ്റൊരു വട്ടത്തിൻ്റെ 3ആയി ഭാഗിച്ചതിൽ 2 ഭാഗവും, ഒരു വട്ടത്തിൻ്റെ 8ആയി ഭാഗിച്ചതിൽ പകുതിക്ക് തുല്യമായ ഭിന്നസംഖ്യ, 1/3 മീറ്റർ നീളമുള്ള എത്ര കമ്പുകൾ ചേർത്ത് വെച്ചാൽ 1 മീറ്റർ ആകും? 1.5 ലിറ്റർ പാലിനെ 1/2 എന്ന് എഴുതാം. 2.25 മീറ്റർ തുണീനെ 2/1/4 എന്ന് എഴുതാം. ഒരു വട്ടവും മറ്റൊരു വട്ടത്തിൻ്റെ 3ആയി ഭാഗിച്ചതിൽ 2 ഭാഗവും എന്നുള്ളത് എങ്ങനെ എഴുതാം? 1/2/3 എന്ന് എഴുതാം. ഒരു വട്ടത്തിൻ്റെ 8ആയി ഭാഗിച്ചതിൽ പകുതിക്ക് തുല്യമായ ഭിന്നസംഖ്യ 4/8 എന്ന് എഴുതാം. പിന്നെ ഒരു 1/3 മീറ്റർ നീളമുള്ള എത്ര കമ്പുകൾ ചേർത്ത് വെച്ചാൽ 1 മീറ്റർ ആകും? 3 കമ്പുകൾ ചേർത്ത് വെച്ചാൽ 1 മീറ്റർ ആകും. ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, ഒരു ക്ലോക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അവിടെ ഈ ക്ലോക്കിൽ ഏതെല്ലാം സൂചികളുണ്ട്? സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി. ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ്? സെക്കൻഡ് സൂചിയാണ്. മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയമെടുക്കും? 1 മണിക്കൂർ എടുക്കും. ചിത്രത്തിലെ ക്ലോക്കിലെ സമയം എത്രയാണ്? 7:15 അല്ലേ? ഇനി ഒരു ക്ലോക്കിൻ്റെ ചിത്രം വരച്ച് 8:30 മണി സമയം അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് 5ാമത്തെ പ്രവർത്തനം. ചിത്രങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? വട്ടത്തെ 8 സമഭാഗങ്ങൾ ആക്കിയതിൽ ചില ഭാഗങ്ങൾക്ക് നിറം കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് അല്ലേ? അതിൽ ചോദ്യം എന്താണ്? ഓരോ ചിത്രത്തിനും അനുയോജ്യമായ 2 ഭിന്നസംഖ്യ രൂപങ്ങൾ എഴുതുക. ഏതെഴുതാം? 2/8 എന്ന് എഴുതാം, 1/4 എന്ന് എഴുതാം, പിന്നെ 4/8 എന്ന് എഴുതാം, 1/2 എന്ന് എഴുതാം, 6/8 എന്ന് എഴുതാം, 3/4 എന്ന് എഴുതാം. അപ്പോൾ 3 ചിത്രത്തിൻ്റെയും 2 വീതം എഴുതിയിട്ടുണ്ട്. ഇനി ബി, ഓരോ ചിത്രത്തിലെയും ഈ ഭിന്നസംഖ്യാ രൂപങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത്? അല്ലേ, 2/8 = 1/4, 4/8 = 1/2, 6/8 = 3/4 അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾ? നമ്മളെ ഈ ചാനലിൽ ഭിന്നസംഖ്യകളുടെയൊക്കെ പാഠത്തിൻ്റെ വീഡിയോസ് ഉണ്ട്. അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പ്രവർത്തനം 6, അളവുകളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അളവ് ചിലത് തന്നിട്ടുണ്ട്, ചിലത് തന്നിട്ടില്ല. ഭിന്നരൂപം ചിലത് തന്നിട്ടുണ്ട്, ദശാംശ രൂപം 2 തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അളവും ഭിന്നരൂപം ദശാംശ രൂപമൊക്കെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 7 സെൻറ്റിമീറ്റർ
3 മില്ലിമീറ്റർ. ഭിന്നരൂപം എങ്ങനെ എഴുതാം? 7 3/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ദശാംശ രൂപം എങ്ങനെ എഴുതാം? 7.3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. 5 മീറ്റർ 43 സെൻറ്റിമീറ്റർ എങ്ങനെ ഭിന്നരൂപം എഴുതാം? 5 43/100 മീറ്റർ എന്ന് എഴുതാം. അത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 5.43 മീറ്റർ എന്ന് എഴുതാം. ഇനി 6 കിലോഗ്രാം 875/1000 ഗ്രാം എന്നുള്ളത് ഭിന്നരൂപത്തിൽ 6 875/10000 കിലോമീറ്റർ എന്ന് എഴുതാം. ദശാംശ രൂപത്തിൽ 6.875 കിലോമീറ്റർ എന്നും എഴുതാം. 5672 മില്ലിമീറ്ററിനെ ഭിന്നരൂപത്തിൽ 5 × 672/1000 ലിറ്റർ എന്ന് എഴുതാം. ദശാംശ രൂപത്തിൽ 5.672 ലിറ്റർ എന്നും എഴുതാം. ഇനി 10 കിലോഗ്രാം 125 ഗ്രാമിനെ 10 × 125/1000 കിലോഗ്രാം എന്ന് എഴുതാം. അത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 10.125 കിലോഗ്രാം എന്ന് എഴുതാം. അപ്പോൾ ഈ ഭിന്നരൂപ ദശാംശ രൂപത്തിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പ്രവർത്തനം 7. ഡിസംബർ 4 മംഗലാപുരത്ത് നിന്നും 18:50 പുറപ്പെടേണ്ട ഒരു ട്രെയിൻ 20 മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത് എങ്കിൽ ട്രെയിൻ പുറപ്പെട്ട സമയം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ പുറപ്പെട്ട സമയത്തെ AM അല്ലെങ്കിൽ PM ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് പിറ്റേ ദിവസം 11:30 എങ്കിൽ യാത്രയ്ക്ക് എടുത്ത ആകെ സമയം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ ആഴ്ചയിൽ 1 മാത്രമാണ് സർവീസ് നടത്തുന്നത് എങ്കിൽ അടുത്ത വർഷം ഈ ട്രെയിൻ യാത്ര പുറപ്പെടുന്ന തീയതി ഏത് എന്നും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് കണ്ടെത്താം? ട്രെയിൻ പുറപ്പെട്ട സമയം എത്രയാകും? 19:10 ആകും അല്ല, 20 മിനിറ്റാണ് വൈകിയത്. ഇനി ട്രെയിൻ പുറപ്പെട്ട സമയത്ത് AM PM ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ 19:10 to 12 മണി. അതിനെ നമുക്ക് PM എങ്ങനെ എഴുതാം? 7:10 PM എന്ന് എഴുതാം. ഇനി C, ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് പിറ്റേ ദിവസം 11:30 ആണെങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എപ്പോഴാകും? 12 മണി മുതൽ 7:10 വരെയാണ് അല്ലേ. 4:50 കൂട്ടണം 11:30 16-20 മണിക്കൂറാണ്. ഇനി ട്രെയിൻ ആഴ്ചയിൽ 1 മാത്രമാണ് സർവീസ് നടത്തുന്നത് എങ്കിൽ അടുത്ത വർഷം ഈ ട്രെയിൻ യാത്ര പുറപ്പെടുന്ന തീയതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജനുവരി 1 അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. നമ്മളെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.